ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു ലഞ്ച് മെനുവിൻ്റെ റെസിപ്പിയാണ്. ഒരു വെജിറ്റേറിയൻ ലഞ്ച് മെനുവാണ്. അതിൽ ഞാനൊരു പൈനാപ്പിൾ പുളിശ്ശേരിയും ഒരു ചീരത്തോരനും ഒരു വഴുതനങ്ങ ഫ്രൈയും കൂടി ചെയ്ത് കാണിക്കുന്നുണ്ട്. നോൺ വെജൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് നല്ലൊരു അടിപൊളി ലഞ്ച് മെനുവാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുളിശ്ശേരി ഉണ്ടാക്കാൻ ആവശ്യമായ പൈനാപ്പിൾ ആദ്യം നമുക്കൊന്ന് വേവിച്ചെടുക്കണം. നമ്മൾ ഇതുപോലുള്ള ഒരു മൺചട്ടിയിലാണ് പുളിശ്ശേരി ഉണ്ടാക്കുന്നത്. മൺചട്ടിയിൽ വെച്ച് പുളിശ്ശേരി ഉണ്ടാക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. പുളിശ്ശേരി ഉണ്ടാക്കാൻ ആവശ്യമായ പൈനാപ്പിളിൻ്റെ തൊലിയും ഉള്ളു പോലുള്ള ഭാഗമെല്ലാം കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലുള്ള ചെറിയ കഷ്ണങ്ങളായിട്ട് ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പുളിശ്ശേരിക്കായിട്ട് എടുത്തിരിക്കുന്നത് 1.5 കപ്പ് ചോപ്പ് ചെയ്ത പൈനാപ്പിളാണ്. പൈനാപ്പിൾ കഷ്ണങ്ങൾ ഞാനിവിടെ മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇതിലേക്കൊരു 3 പച്ചമുളക് നീളത്തിൽ കീറിയതും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ ടെറസ് ഗാർഡനിലുണ്ടായ പച്ചമുളകാണ്. അതിപ്പോൾ ഒന്ന് പഴുത്ത് വന്നതാണ്, അതാണ് ഇതിന് റെഡ് കളറ്. ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാൻ ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ അത് മുങ്ങാൻ പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. വെള്ളം കൂടിപ്പോകരുത്. നമുക്കിനി ഇതിലേക്ക് തൈരും അരപ്പും എല്ലാം ചേർക്കാനുള്ളതാണ്. വെള്ളം ചേർത്തതിന് ശേഷം സ്പൂൺ കൊണ്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് ഉപ്പ് ഇപ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല. പൈനാപ്പിൾ വെന്ത് തുടങ്ങുമ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ പൈനാപ്പിൾ വെന്ത് കിട്ടാനായിട്ട് താമസം വരും. ഇനി ഇത് സ്റ്റവിൽ വെച്ചൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. പൈനാപ്പിൾ സ്റ്റവിൽ വെച്ചിട്ട് ഇപ്പോൾ നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചട്ടി ഒന്ന് മൂടി പൈനാപ്പിൾ ഒന്ന് സോഫ്റ്റായിട്ട് വരുന്നവർ വേവിച്ചെടുക്കണം. ഇടയ്ക്ക് ചട്ടിയുടെ മൂടി മാറ്റിയിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പൈനാപ്പിൾ ഇപ്പോൾ ഒരു ഹാഫ് കുക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് പൊടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. വീണ്ടും ഒന്ന് ചട്ടി മൂടി വെച്ച് പൈനാപ്പിൾ ഒന്ന് സോഫ്റ്റായിട്ട് വരുന്നവരെ കുക്ക് ചെയ്യണം. പൈനാപ്പിൾ പാകമായി വരുന്ന സമയം കൊണ്ട് നമുക്ക് പുളിശ്ശേരിക്കുള്ള അരപ്പുണ്ടാക്കണം. അതിനായിട്ട് മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് ഞാൻ 1 കപ്പ് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ അരക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അതിന് ശേഷം മിക്സി മൂടി നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. പുളിശ്ശേരിക്ക് ആവശ്യമുള്ള തൈരാണിത്. ഞാനിവിടെ 1.5 കപ്പ് തൈരാണ് എടുത്തിരിക്കുന്നത്. തൈര് ഒരു സ്പൂണോ വിസ്കോ ഉപയോഗിച്ച് നന്നായിട്ട് അടിച്ച് കട്ടയില്ലാതെ മയപ്പെടുത്തി എടുക്കണം. തൈര് പുളി കാണുന്ന പോലെ ഒട്ടും കട്ടയില്ലാതെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. തേങ്ങ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. പൈനാപ്പിൾ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരച്ചെടുത്ത അരപ്പും കൂടി ചേർത്ത് കൊടുക്കണം. അരപ്പ് ചേർത്ത് കഴിഞ്ഞ് ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. അരപ്പ് ചേർത്ത് കഴിഞ്ഞ് സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 5 മിനിറ്റ് നന്നായിട്ട് തിളപ്പിക്കണം. അരപ്പ് ചേർത്ത് പുളിശ്ശേരി തിളച്ച് തുടങ്ങുമ്പോഴത്തേക്കും കൂടുതൽ തിക്കാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. കൂടുതൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് തൈരും കൂടി ചേർക്കാനുള്ളതാണ്. ഈ സമയത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ പാകത്തിനുള്ള ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് ഒരു 5 മിനിറ്റ് നന്നായിട്ട് തിളച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് തൈരും കൂടി ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്തൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. തൈര് ചേർത്ത് കഴിഞ്ഞ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, പിന്നെ കറി തിളക്കേണ്ട ആവശ്യമില്ല. നല്ലതുപോലെ മിക്സ് ചെയ്ത് കറി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പുളിശ്ശേരി നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. തിളക്കുന്നതിന് മുൻപുള്ള പാകം. ഈ സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. പുളിശ്ശേരിയിലേക്ക് കടുക് വറുത്തിടാനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ നല്ലതുപോലെ ചൂടായിരുമ്പോഴേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായിരുമ്പോഴേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് പൊട്ടിക്കണം. കടുകും ഉലുവയും നല്ലതുപോലെ പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 3 ഉണക്കമുളക് നീളത്തിൽ കീറിയതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് മൂപ്പിക്കണം. ഇവ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. മുളക് പൊടി ചേർത്തൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന പുളിശ്ശേരിയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് സ്പൂൺ കൊണ്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇപ്പോൾ നമ്മുടെ രുചികരമായ പുളിശ്ശേരി റെഡിയായി കഴിഞ്ഞാൽ ഈ പുളിശ്ശേരി കേടാകാതെ 2 ദിവസമൊക്കെ നമുക്ക് പുറത്ത് വെച്ച് ഉപയോഗിക്കാം. ഒരു ദിവസം ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചീരത്തോരനാണ്. ചീര നല്ലതുപോലെ കഴുകി വെള്ളമെല്ലാം കളഞ്ഞതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ടെറസ് ഗാർഡനിലുണ്ടായ ചീരയാണ്. 2 ടൈപ്പ് ചീര ഉണ്ടായിരുന്നത്, പച്ചയും ചുവപ്പും. അപ്പോൾ ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. തോരൻ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിരുമ്പോഴേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായിരുമ്പോഴേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കണം. കടുക് നല്ലതുപോലെ പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കണം. കടുകും ജീരകവും പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 2 ഉണക്കമുളക് 2ആയിട്ട് മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കണം.
ഇവ മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് 4 അല്ലി വെളുത്തുള്ളി ചോപ്പ് ചെയ്തതും, ഒരു ചെറിയ സവാള ചോപ്പ് ചെയ്തതും, 3 പച്ചമുളക് വട്ടത്തിൽ മുറിച്ചതും ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ തോരനിൽ ഒന്ന് അരച്ചോ അല്ലെങ്കിൽ ചതച്ചോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. എല്ലാം ചോപ്പ് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് ഈ തോരൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. സവാള ചേർത്തിട്ട് 2-3 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. സവാള ബ്രൗൺ കളറായി വരേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നാൽ മതി. മഞ്ഞൾപ്പൊടി ചേർത്തൊന്ന് നല്ലതുപോലെ വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ചീരയും കൂടി ചേർത്ത് കൊടുക്കണം. ചീര ചേർത്തതിന് ശേഷം സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. 2-3 മിനിറ്റ് സ്പൂൺ കൊണ്ട് ഇതുപോലെ വഴറ്റി കൊടുക്കുമ്പോഴത്തേക്കും ചീര നല്ല സോഫ്റ്റ് ആയിട്ട് വരും. ഇനി സ്പൂൺ കൊണ്ട് ചീര പാൻ്റെ സൈഡിലേക്ക് മാറ്റി വെച്ച് കൊടുക്കണം. ഇനി പാൻ്റെ നടുവിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കാം. ഇനി തേങ്ങയുടെ പുറത്തേക്ക് സ്പൂൺ കൊണ്ട് ചീര ഇതുപോലെ പൊത്തി വെച്ച് കൊടുക്കണം. അതിന് ശേഷം പാനൊന്ന് മൂടി സ്റ്റവ് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചൊരു 3 മിനിറ്റ് കുക്ക് ചെയ്യണം. 3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും പാൻ്റെ മൂടി മാറ്റിയതിന് ശേഷം സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ചീര കുറച്ചുകൂടെ കുക്കാനുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് സമയം കൂടി മൂടി വെച്ച് കുക്ക് ചെയ്യാം. ചീര നമ്മൾ കൂടുതൽ സമയം മൂടി വെച്ച് കുക്ക് ചെയ്യരുത്. അപ്പോൾ ചീരയുടെ കളറെല്ലാം മാറിപ്പോകും. ചീര കൂടുതൽ വെന്ത് പോവുകയും ചെയ്യും. ഇനി മൂടി മാറ്റിയതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഈ പാൻ്റെ മൂടി തുറന്ന് വെച്ച് തന്നെ ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചീരത്തോരൻ റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ പാത്രത്തിൻ്റെ ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കാം. ഇനി സ്റ്റവ് ഓഫ് ചെയ്ത് നമുക്കിത് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു വഴുതനങ്ങ ഫ്രൈ ആണ്. 2 ചെറിയ സൈസിലുള്ള ഉരുണ്ട വഴുതനങ്ങയാണ് ഞാൻ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത്. വഴുതനങ്ങ ഞാനിവിടെ ഇതുപോലുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. വഴുതനങ്ങ കൂടുതൽ തിക്കായിട്ടും കൂടുതൽ തിന്നായിട്ടും മുറിച്ചെടുക്കരുത്. അതിനിടയിലുള്ള ഒരു പാകത്തിൽ വേണം മുറിച്ചെടുക്കാനായിട്ട്. ഇനി വഴുതനങ്ങ വറുത്തെടുക്കാനുള്ള മസാല നമുക്ക് ഉണ്ടാക്കാം. അതിനായിട്ടൊരു പ്ലേറ്റിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പുപൊടിയും 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇത് സ്പൂൺ കൊണ്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇതിലേക്ക് സ്വല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം സ്പൂൺ കൊണ്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാല കൂടുതൽ തിക്കാണെന്ന് തോന്നുകയാണെങ്കിൽ സ്വല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്തെടുത്ത മസാല വഴുതനങ്ങയുടെ 2 സൈഡ് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. ഇപ്പോൾ മസാലയെല്ലാം വഴുതനങ്ങയിൽ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം. വഴുതനങ്ങ നമ്മൾ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. ഞാനിവിടെ ഇതുപോലൊരു തവ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. തവ ചൂടാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മസാല പുരട്ടി വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഇതുപോലെ നിരത്തിയിട്ട് കൊടുക്കാം. വഴുതനങ്ങ ഇട്ടതിന് ശേഷം സ്റ്റവ് ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം കുക്ക് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ വഴുതനങ്ങ പെട്ടെന്ന് കരിഞ്ഞു പോകും. വഴുതനങ്ങയുടെ ഒരു സൈഡ് മൂത്ത് പാകമായി വന്നിട്ടുണ്ട്. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. വഴുതനങ്ങ വറക്കുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും വഴുതനങ്ങക്ക്. ഇപ്പോൾ വഴുതനങ്ങയുടെ 2 സൈഡ് മൂത്ത് പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. നല്ല മീൻ ഫ്രൈയുടെ ടേസ്റ്റുള്ള ഒരു വഴുതനങ്ങ ഫ്രൈ ആണിത്. നല്ല ടേസ്റ്റിയാണ്. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഉണ്ടാക്കിയ കറികളെല്ലാം ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പൈനാപ്പിൾ പുളിശ്ശേരി, പപ്പടം വറുത്തത്, ചീരത്തോരൻ, വഴുതനങ്ങ ഫ്രൈ. വീണ്ടും ഇതുപോലെ നല്ല സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.